കോളേജുകൾ ഫുൾ തട്ടിപ്പാണ്, അങ്ങനെയാണ്, നിങ്ങൾ കർണാടകയിൽ നഴ്സിംഗ് പഠിക്കാൻ പോകരുത്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജേർണൽ. ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പം കുറച്ച് വീഡിയോസ് കിട്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എന്റെ എക്സാം, ഞാൻ ഇവിടെ നഴ്സിംഗ് പഠിക്കായിരുന്നു. അപ്പൊ എന്റെ എക്സാം റിസൾട്ട്സ്, പിന്നെ രജിസ്ട്രേഷൻ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പൊ ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒന്നും ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോ എനിക്ക് ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി. അതിനൊരു മെയിൻ റീസൺ ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ റീസൺ, ഞാൻ ഈ ഇടയായിട്ട് യൂട്യൂബില് കുറച്ച് വീഡിയോസ് കണ്ടു. അതായത് ഇവിടുത്തെ പല കോളേജുകളും ഉടായിപ്പാണ്, അതേപോലെ തന്നെ അവര് വെറും തട്ടിപ്പാണ് നടത്തുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ വീഡിയോസ് കുറെ ചാനലുകളിൽ ഞാൻ കണ്ടു. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ചാനലുകളുടെ പേര് പറയാൻ ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അവർ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അതായത് കർണാടകയിലെ കുറെ കോളേജുകൾ, കുറെ എന്നല്ല, ഒട്ടുമിക്ക കോളേജുകളുടെ പേരും അവര് പറഞ്ഞിട്ട് പറയാണ് അത് ഉടായിപ്പാണ്, അത് തട്ടിപ്പാണ് ആ കോളേജുകളെല്ലാം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്, ഞാൻ പഠിച്ച കോളേജ്, അതേപോലെ എൻ്റെ സമീപത്തുള്ള കോളേജുകളെ എനിക്കറിയാം. ആ കോളേജുകളും ആ ചാനലുകളിൽ അവർ പറയുന്നുണ്ട് ആ കോളേജ് ഭയങ്കര തട്ടിപ്പാണ്, അഫിലിയേഷൻസ് ഇല്ല, അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ കൂട്ടുകാർ പഠിച്ച കോളേജുകളാണ് അതെല്ലാം. അതേപോലെ തന്നെ ഞാനും പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു കോളേജിൽ തന്നെയാണ് ഞാനും പഠിച്ചത്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരും ഞാനെല്ലാം ഇവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സാണ്. അപ്പോ എന്തായാലും ഇവർ ഇത്രയും തട്ടിപ്പുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആവാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അതായത് ഏജൻസികൾ കുറെ കാശ് നമ്മുടെ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് തട്ടിച്ച് വാങ്ങിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അത് ശരിയാണ്. ഇത് കർണാടകയിൽ ഒരുപാട് നഴ്സിംഗ് കോളേജുകളുണ്ട്, അതിനപ്പുറമാണ് ഒരുപാട് ഏജൻസികളുണ്ട്. അപ്പൊ നമ്മുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് നമ്മളൊരു കോളേജ് പുതുതായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും, ആരെ നമ്മൾ സമീപിക്കണം, ഏത് കോളേജിൽ പോകണം. അപ്പോ അതായത് ഇവിടെ ഒത്തിരി ഏജൻസികൾ റിയാലിറ്റി മനസ്സിലാക്കി, അതായത് നമുക്ക് കറക്റ്റ് ഫീസ് എത്രയാണ്, അവരുടെ കാര്യങ്ങൾ അവർ കൃത്യനിഷ്ഠതയോടെ ചെയ്യുന്ന കുറെ ഏജൻസികളുണ്ട്. പക്ഷെ ഒരു കൂട്ടം ഏജൻസി അവര് കുറെ തട്ടിച്ച് പൈസ വാങ്ങിക്കുന്നത് കാരണം മറ്റുള്ള നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കും കൂടെ അതൊരു മോശം പേരിലാണ് വരുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട് അവർ പറഞ്ഞത്. പിന്നെ അവരെപ്പോഴും ആ ചാനലുകളിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കോളേജുകൾ ഫുൾ തട്ടിപ്പാണ്, അങ്ങനെയാണ്, നിങ്ങൾ കർണാടകയിൽ നഴ്സിംഗ് പഠിക്കാൻ പോകരുത്, ഇതൊക്കെയാണ് അവരുടെ തംബ്നെയിൽ വരുന്നത്. അപ്പൊ എനിക്ക് അതിനകത്ത് പറയാനുള്ളത്, നമ്മളൊരു മലയാളി എന്ന രീതിയിൽ നമുക്ക് നാട്ടില് ഒരു നഴ്സിംഗ് സീറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും പുറത്തു പോയി പഠിക്കാൻ ആഗ്രഹിക്കില്ല. കാരണം ഇവിടുത്തെ ഫുഡ് സ്റ്റൈലാണ് നമുക്ക് പറ്റില്ല, ജീവിത രീതി നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അവിടെ തന്നെ പഠിക്കത്തുള്ളൂ. ഇവരാരും നമുക്ക് നാട്ടിൽ എങ്ങനെ സീറ്റ് കിട്ടും, നമ്മളെ നാട്ടിൽ സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ വേറൊരു സ്ഥലത്ത് വന്ന് പഠിക്കുന്നത്. നമ്മൾ നാട്ടിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു മലയാളി പുറത്തു പോയി പഠിക്കില്ല. അപ്പം ഇവരാരും നമുക്ക് നാട്ടിലെ സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതുമില്ല. എന്നാൽ നമ്മള് പഠിക്കാൻ വരുമ്പോൾ ഫുൾ കുറ്റം, ആ ഒരു കോളേജിനെ കുറിച്ച് കുറ്റം പറയുന്ന, അവർ ഉടായിപ്പാണ്, ഇത് തട്ടിപ്പാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇവരാരും നമുക്ക് നാട്ടിലൊരു സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞ വീഡിയോസിന്റെ എല്ലാം കമന്റ്സ് എടുത്ത് നോക്കി, അപ്പൊ എല്ലാവരും പറയുന്നത്, ഓ ഇത്രയും തട്ടിപ്പാണോ, ഞാൻ അറിഞ്ഞില്ല, സാർ നന്ദി, മാഡം നന്ദി, ഇതൊക്കെയാണ് അവര് കുറെ നമ്മുടെ മലയാളികൾ തന്നെ കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു. അപ്പം അതെല്ലാം നമ്മളെ കുറച്ചു പേര് കുറ്റം പറയാനുണ്ടാവും. എന്നിട്ട് അവരുടെ ഒരു അവര് ഇതിൽ നിന്ന് നേടുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവര് കുറ്റം പറയും കുറെ കോളേജിനെ കുറിച്ച്. അവസാനം ഇവരുടെ ഒരു കോണ്ടാക്ട് നമ്പറും കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവര് നമുക്ക് നന്നായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന കാരണം എന്ത് ചെയ്യും, നമ്മള് വിഷമം, നമ്മുടെ ടെൻഷൻ, നമ്മുടെ കൺഫ്യൂഷൻ കാരണം നമ്മൾ ആ കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിക്കും. അങ്ങനെ വിളിച്ച് അവര് വേറെ ആളെ കണക്ട് ചെയ്ത് നമ്മൾ ആ അഡ്മിഷൻ നമുക്ക് അയാൾ എടുത്തു തരും. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ തട്ടിപ്പുകൾ, ഈ ഒരു വീഡിയോസിന്റെ ഒക്കെ തട്ടിപ്പുകൾ പോകുന്നത്. അപ്പം ഇതെല്ലാം കണ്ടപ്പോ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നി. കാരണം നമ്മളാണ് നമ്മുടെ ഭാവി സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു കർണാടകയിൽ നിന്നല്ല, നമ്മൾ കേരളത്തിന് പുറത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും നമ്മൾ നഴ്സിംഗ് മാത്രമല്ല, വേറെ ഏത് കോഴ്സ് പഠിച്ചാലും അഫിലിയേഷൻസ് ഉണ്ടോ നോക്കുക. INC, KNC, കേരളത്തിലാണെങ്കിൽ അവിടുത്തെ അഫിലിയേഷൻസ് എല്ലാം ഉണ്ടോ നോക്കുക. ഹോസ്പിറ്റൽ ഡ്യൂട്ടി പോസ്റ്റിങ്സ് കൊടുക്കുന്നുണ്ടോ നോക്കുക. അതൊക്കെയാണ് നമ്മൾ മെയിൻലി നോക്കേണ്ടത്. നമുക്ക് ആ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ആ കോളേജിലെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് വാല്യൂ ഉണ്ടോ നോക്കുക. അതൊക്കെയാണ് നമ്മൾ മെയിൻലി നോക്കേണ്ടത്. കാരണം ഈ പറയപ്പെടുന്ന കുറെ കോളേജുകളിൽ പഠിച്ച പിള്ളേരുകളെല്ലാം ഇപ്പൊ ഇവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സുകളാണ്. പഠിച്ചിറങ്ങിയ പാസ് ഔട്ടായ പിള്ളേരുകളെല്ലാം ഇവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും രജിസ്റ്റേർഡ് നേഴ്സ് ആവാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ചിന്തിക്കുക. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
ഇത് നമ്മുടെ ലോകമാണ്. നമുക്ക് ഓരോരുത്തർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായങ്ങളാകാം, പക്ഷെ അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.